മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ പി.വി. അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സസ്പെൻഷനിലായിരുന്ന മലപ്പുറം മുൻ എസ്.പി. സുജിത് ദാസിനെ സർവീസിൽ തിരിച്ചെടുത്തു. സസ്പെൻഷന് 6 മാസം പിന്നിട്ടതോടെയാണ് സർക്കാർ തീരുമാനം. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഏറെ വിവാദങ്ങൾ ഉണ്ടായ വിഷയമായിരുന്നു അന്ന്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം സുജിത് ദാസിനെ പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തുകയും റീഇൻസ്റ്റ് ചെയ്യാൻ തീരുമാനമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയുടേതാണ് തീരുമാനം. നേരത്തെ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്നാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത്. ആ സമയത്ത് ADGP M.R. അജിത് കുമാറുമായി ചേർന്ന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഉള്ള ഇടപെടലുകൾ, ആ വഴിയിൽ സ്വർണം കടത്തിയത് വഴി ഇവർ സ്വർണം തട്ടിയെടുത്തു, പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്നു, ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട് തുടങ്ങി നിരവധി ആരോപണങ്ങൾ. അതോടൊപ്പം തന്നെയാണ് SP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലുണ്ടായിരുന്ന മരം മുറിച്ച് കടത്തിയെന്ന മറ്റൊരു ആരോപണം കൂടി പി.വി. അൻവർ ഉന്നയിച്ചത്. തുടർന്ന് സുജിത് ദാസിന്റെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത് പി.വി. അൻവറാണ് പുറത്തുവിടുന്നത്. അതായത് പി.വി. അൻവറിനോട് വളരെ വിധേയത്വത്തോടുകൂടി സംസാരിക്കുന്നത്, ഏതാണ്ട് 25 വർഷത്തോളം തനിക്കിന് സർവീസുണ്ട്, അത്രയും കാലം പി.വി. അൻവറിന് വിധേയനായിരിക്കുമെന്ന തരത്തിലൊക്കെ തന്നെ സുജിത് ദാസ് സംസാരിക്കുന്ന ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, പ്രത്യേകിച്ചൊരു ജില്ലാ പോലീസ് മേധാവിക്ക് യോജിച്ച തരത്തിലല്ല സുജിത് ദാസിന്റെ ഈ സംസാരം എന്ന് സർക്കാർ വിലയിരുത്തി. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പിന്നീട് സസ്പെൻഷനിലേക്ക് പോകുന്നത്. സസ്പെൻഷൻ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർവീസിൽ തിരിച്ചെടുക്കാൻ തീരുമാനം. പക്ഷേ ഏത് പോസ്റ്റിലേക്കാണ് നിയമിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പത്തനംതിട്ട SP ആയിരുന്നപ്പോഴാണ് സുജിത് ദാസ് നടപടി നേരിട്ടത്. ആര്യ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.